ശ്രീജിത്ത് പണിക്കർ, ഈ ഇന്നത്തെ ഈ നിരീക്ഷണമുണ്ടല്ലോ, CPM-ന്റെ ഒരു തലപുകഞ്ഞുള്ള ആലോചനയ്ക്കൊടുവിലാണ് ഇത്തരത്തിലുള്ള വിലയിരുത്തലുകളിലേക്ക് പാർട്ടി വന്നത്. സ്വത്ത് രാഷ്ട്രീയത്തിലേക്ക് വന്നെത്തുകയാണ് ഏറ്റവും ഒടുവിൽ. ഇത് ഇത്രമാത്രം തുറന്നു പറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ SNDP യോഗത്തിന്റെ പേര് പറഞ്ഞ്, വെള്ളാപ്പള്ളി നടേശന്റെ പേര് എടുത്തു പറഞ്ഞ് ഞങ്ങളുടെ നട്ടെല്ലായ വോട്ടുകൾ ഒഴുകിപ്പോവുകയാണ്, അത് BJP-യിലേക്ക് പോയി എന്ന കാര്യം തുറന്നു പറയുവാൻ പാർട്ടി സെക്രട്ടറി തയ്യാറായി എന്നത് തന്നെ വലിയ കാര്യമല്ലേ? അല്ല ശ്രീ മഞ്ജുഷ്, അതല്ലാതെ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും മാർഗമുണ്ടായിരുന്നോ എന്നുള്ളതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത്. കാരണം CPM-ന്റെ ഈ വിലയിരുത്തൽ നടത്തുന്ന ആ ഒരു പശ്ചാത്തലത്തിലാണ്, അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുകയും ആ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ രക്തസാക്ഷിയാകണമെങ്കിൽ അതിനും താൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് SNDP-യുടെ മുഖപ്രസിദ്ധീകരണത്തിൽ അദ്ദേഹം എഴുതുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു യാഥാർത്ഥ്യം ആൾക്കാരുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു. അതൊരു സമുദായ നേതാവിന്റെ ഭാഗത്ത് നിന്ന് മറ്റ് ഇതര സമുദായങ്ങളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലുള്ള അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം മുൻപ് പറഞ്ഞിരുന്ന രീതിയിൽ മയപ്പെടുത്തിയിട്ടല്ലാതെ കുറച്ചുകൂടി കാഠിന്യത്തോടുകൂടി ഒരു പ്രധാനപ്പെട്ട സമുദായ നേതാവ് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് CPM അവർക്കുണ്ടായിരിക്കുന്ന വീഴ്ചയെപ്പറ്റി വിലയിരുത്തുന്നത്. അപ്പൊ അവർക്ക് ഒരുപക്ഷെ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന നേരത്തെ വന്നത് കുറച്ചുകൂടി കാര്യങ്ങൾ ലളിതമാക്കിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അതല്ലാതെ ഒരിക്കലും ഇങ്ങനെ നേരിട്ട് സ്വന്തം ഭാഗത്ത് നിന്ന് ഈ രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായം പരസ്യമായിട്ട് പറയാനുള്ള സാധ്യതയില്ല. പക്ഷേ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവിടെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്കത് ആവർത്തിക്കുക, അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ എൻഡോഴ്സ് ചെയ്യുക, അത് മറ്റൊരു രീതിയിൽ ഇതര സമുദായ സംഘടനകളുടെ മേലേക്ക് കെട്ടിവെക്കുക എന്നുള്ള ഒരു ഈസി റൂട്ടാണ് അവർ കണ്ടുപിടിച്ചത് എന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ശ്രീ MV ഗോവിന്ദന്റെ ഈ ന്യായീകരണം എന്ന് പറയുന്നത് ഒരു മാർക്ക് ആന്റണി പ്രസംഗം പോലെയാണ് തോന്നുന്നത്. ഒരു ഭാഗത്ത് അദ്ദേഹം പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടായിട്ടുണ്ട് എന്ന് പറയുകയും, എന്നാൽ മറുഭാഗത്ത് അത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നയാളിന്റെ യാതൊരു വിധത്തിലുള്ള പ്രശ്നമല്ല എന്നും അദ്ദേഹത്തിന്റെ ശൈലിമാറ്റമല്ല ഇതിന്റെ പരിഹാരം എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ശ്രീ ഹസ്കർ അടക്കമുള്ള ആൾക്കാർ പറയുന്നത് ഭരണത്തിൻ്റെതായിട്ടുള്ള ചില പോരായ്മകളുണ്ട്, ആ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ ദേശീയ തലത്തിലേക്ക് പാർലമെന്റിലേക്ക് നടന്നിരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും തന്നെ തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളിൽ പറഞ്ഞതുപോലെ കേരളത്തിലുണ്ടായിരുന്ന പ്രഥമ പരിഗണന എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ ആര് ഭരിക്കും എന്നതിനേക്കാൾ ഇവിടെയുള്ള സർക്കാരിന്റെ ജനവിരുദ്ധമായിട്ടുള്ള നടപടികൾക്കെതിരെയുള്ള ഒരു വിലയിരുത്തൽ എന്നായിരുന്നു. ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ച സമയത്ത് അദ്ദേഹത്തെ തിരുത്താൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലും നിങ്ങൾക്ക് എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നതിനെ പറ്റി അറിയില്ലേ എന്നാണ്. ഇന്നിപ്പോ ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് അറിയില്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം സർക്കാരിന്റെ പല പ്രവർത്തനങ്ങളും ആൾക്കാരിലേക്ക് എത്തിയില്ല എന്നും പല കാര്യങ്ങളിലും പാളിച്ച ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് പറയുന്നത്. എന്നാൽ അതിന് നേരിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരമാണ്. അതിന് കാരണമായിട്ട് പറയുന്നത് കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സർക്കാർ വേണം എന്നുള്ള കാര്യം, അത് ജനങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് മോദി വിരുദ്ധത അവിടെ പ്രതിഫലിച്ചിട്ടുണ്ട്. ഇതാണ് കാരണമായിട്ട് പറയുന്നത്. അതായത് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നുള്ള പ്രയോഗമായിരുന്നുവല്ലോ, അതുണ്ടായില്ല. അങ്ങനെ ഇടതില്ലാതെ തന്നെ ഇന്ത്യ ഉണ്ടായാലും കുഴപ്പമില്ല എന്ന് ജനങ്ങൾ ചിന്തിച്ചു എന്നതിന്റെ തുറന്നു പറയുവാൻ മടി കാരണമുള്ള ഒരു ഒഴുക്കൻ മട്ടിലുള്ള ഒരു വിശദീകരണം എന്നേ കാണേണ്ടതുള്ളൂ. അല്ല, നോക്കൂ, തീർച്ചയായിട്ടും ഈ ദേശീയ തലത്തിൽ ഒരു സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നതിന്, അത് BJP-ക്ക് ഒരു ബദലായിട്ടുള്ള ഒരു സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നതിന് കോൺഗ്രസിന് വോട്ട് ചെയ്യുക എന്നുള്ള ഒരു രീതിയിലത്തേക്ക് ആൾക്കാർ ചിന്തിച്ചിരിക്കാമെന്ന് CPM പറയുന്നത് ഈ വർഷമല്ല. അത് ആദ്യമായിട്ട് പറയുന്നത് മുഖ്യമന്ത്രി അടക്കം വലിയ ജനാവലിയെ നേരിട്ടുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് 2019 തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായ സമയത്താണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചോദ്യം, 2019 നിങ്ങൾക്കത് അറിയാമായിരുന്നുവെങ്കിൽ 2024 എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇന്ത്യ സഖ്യം നിങ്ങൾക്ക് പരീക്ഷിക്കാമായിരുന്നല്ലോ? അത് ചെയ്തില്ലല്ലോ. അപ്പൊ അന്നേരം നിങ്ങളുടെ കൺവിക്ഷൻ എന്തായിരുന്നു? കോൺഗ്രസിന്റെ സഖ്യം വേണ്ട, നേരെ മറിച്ച് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല, അതുകൊണ്ട് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഞങ്ങൾ സീറ്റ് നേടും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. 2019 നിങ്ങൾക്കുണ്ടായിരുന്ന തിരിച്ചറിവ് ഈ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെടുമ്പോൾ ആവർത്തിക്കാനായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവിടെ പാർട്ടിക്ക് ഒരു ശൈലി മാറ്റം നടത്താമായിരുന്നല്ലോ. കാരണം നിങ്ങൾ ഇന്ത്യ സഖ്യത്തിലുള്ളതാണ്. പക്ഷെ അത് ചെയ്തില്ല. അപ്പോ തെരഞ്ഞെടുപ്പിൽ കുറച്ച് മുന്നേറ്റം ഉണ്ടാക്കാമെന്നുള്ള ഒരു പ്രത്യാശ അവർക്ക് ഉണ്ടായിരുന്നിരിക്കാം. എന്നിട്ടും അത് പരാജയപ്പെടുന്ന സമയത്ത് 2019 ഉപയോഗിച്ചിരുന്ന അതേ തൊടുന്യായം വീണ്ടും ഇറക്കുകയാണ്. അതല്ല എങ്കിൽ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു മുദ്രാവാക്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. നോക്കൂ, ഈ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനക്ഷേമ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തന്നെ കൊട്ടിഘോഷിച്ചതാണ് നവകേരള സദസ്. നവകേരള സദസ്സിന്റെ അർത്ഥമായിട്ട് പറഞ്ഞിരുന്നത് എന്താണ്? ആൾക്കാരിൽ നിന്ന് പരാതി വാങ്ങുക എന്നുള്ളതല്ല, നേരെ മറിച്ച് ആൾക്കാരിൽ നിന്ന് നിവേദനം വാങ്ങുക,
ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക, പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുക എന്നുള്ളതായിരുന്നു. ഇപ്പൊ ശ്രീ ഗോവിന്ദൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടുന്ന പ്രവർത്തനം കാര്യക്ഷമതയോടെ നടത്താനായിട്ട് പാർട്ടിക്ക് കഴിയണം എന്നാണ്. എന്ന് വെച്ചാൽ അതിനർത്ഥം സർക്കാർ ഇവിടെ ഏതാണ്ട് 100 ദിവസമോ 150 ദിവസമോ ഒക്കെ ആയിട്ട് നടത്തിയിരുന്ന നവകേരള സദസ്സ് എന്ന് പറയുന്ന മാമാങ്കം അമ്പേ പരാജയമായിരുന്നു എന്നാണ്. അപ്പൊ അത് നടക്കുന്ന സമയത്ത് തന്നെ നമ്മളിൽ പല ആൾക്കാരും, കോൺഗ്രസ്സുകാരും BJP-ക്കാരും ഒക്കെ തന്നെ വിമർശനമായിട്ട് ഉന്നയിച്ച കാര്യം ആ സമയത്ത് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഈ സമയത്ത് പറയുന്നു അങ്ങനെയല്ല, ഞങ്ങൾക്ക് പരാജയം പറ്റി, അല്ലെങ്കിൽ ഞങ്ങൾ ആൾക്കാരിലേക്ക് ഇറങ്ങി ചെന്നില്ല എന്ന് പറയുന്നു. പിന്നെ SNDP-യുമായി ബന്ധപ്പെട്ട കാര്യത്തിനെ പറ്റി നോക്കിയാൽ ട്രഡീഷണലായിട്ട് ശരിയാണ്, SNDP-ക്കാർ കൂടുതലായിട്ട് വോട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ CPM-നാണ് എന്ന് നമുക്കറിയാം. അത് പല സാമുദായിക സംഘടനകളും ആ രീതിയിലുള്ള സമീപനം സ്വീകരിക്കാറുണ്ട്. ഇപ്പൊ സമസ്തയുടെ പൊതുവെയുള്ള രാഷ്ട്രീയ താല്പര്യം ആരോടൊപ്പം നിൽക്കുന്നതാണ് എന്ന് നമുക്കറിയാം. എന്ന് കരുതി സമസ്തയുടെ വോട്ടുകൾ എന്ന് പറയുന്നത് UDF-ന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് എന്ന് UDF കരുതിയിട്ട് അവരെ ഇങ്ങനെ വളരെ ലൈറ്റ് ആയിട്ട് കരുതിയാൽ എങ്ങനെയിരിക്കും? CPM-നെ പോലെയുള്ള ഒരു പാർട്ടി ഈ ഒരു ജാതി മത രാഷ്ട്രീയത്തിന്റെ കണ്ണുകളിൽ കൂടി ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ അവലോകനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. അത് മാത്രമല്ല, വെള്ളാപ്പള്ളിക്ക് ഇത്ര വലിയ പ്രാധാന്യം നൽകുന്ന പോലെയായിപ്പോയി. വെള്ളാപ്പള്ളി പറഞ്ഞാൽ സമുദായ അംഗങ്ങളെല്ലാം പോയി വോട്ട് ചെയ്യുന്നു എന്ന രീതിയിലുള്ള പ്രസ്താവനയായിപ്പോയെന്ന് തോന്നുന്നു ഇന്ന് ഗോവിന്ദൻ മാഷിന്റെ. ശ്രീ മഞ്ജുഷ്, ഇതില് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പൊ BJP-യെ സംബന്ധിച്ചിടത്തോളമോ അല്ലെങ്കിൽ ഒരു പരിധിവരെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമോ ഇത്തരം കാര്യങ്ങളിലൊന്നും തന്നെ അവരെന്തെങ്കിലും ഒന്നും മറച്ചു വെക്കാറില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഓരോ മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത്, അവിടെ ഏത് വിഭാഗത്തിനാണ്, ഏത് സമുദായത്തിനാണ് കൂടുതലായിട്ടുള്ള ഒരു സ്വാധീനമുള്ളത്, അതിൽ നിന്നുള്ള ഒരാളിനെ തെരഞ്ഞെടുക്കുന്നു എന്ന രീതിയിലത്തേക്കാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിപ്പോ ലത്തീൻ കത്തോലിക്കർ കൂടുതലായിട്ടുള്ള ഒരു സ്ഥലത്ത് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി സ്വാഭാവികമായിട്ടും ലത്തീൻ കത്തോലിക്കനായിരിക്കും. ആ രീതിയിലത്തേക്കുള്ള ഒരു ട്രെൻഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ കോൺഗ്രസ് അത് മതേതരമല്ല എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെന്നൊന്നും പറഞ്ഞിട്ട് അതിനെ ഒളിച്ചു വെക്കാനായിട്ടൊന്നും അവർ ശ്രമിക്കാറില്ല. നേരെ മറിച്ച് അത്തരത്തിലുള്ള എല്ലാ ആശയങ്ങൾക്കും എതിർത്താണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് പറയുന്ന CPM ഇതിനേക്കാൾ അപ്പുറത്തെ ജാതി രാഷ്ട്രീയമല്ലേ എപ്പോഴും കാണിച്ചിട്ടുള്ളത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരെല്ലായ്പ്പോഴും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് ഇത്തരത്തിലുള്ള ജാതി, സമുദായ പിന്നെ മത പരിഗണനകളെല്ലാം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഇത് പരസ്യമായിട്ട് പറയാതെ രഹസ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ ചെയ്തിരിക്കുന്ന സമയത്ത് ഇവരൊക്കെ ചിന്തിക്കുന്നത് എന്താണ്? SNDP-യുടെ വോട്ട് അല്ലെങ്കിൽ ഈഴവ സമുദായത്തിന്റെ വോട്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്ഥിര നിക്ഷേപമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നു. അതില്ലായിരുന്നുവെങ്കിൽ ഇപ്പോ വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രസ്താവന നടത്തുമ്പോൾ ഈ BDJS വോട്ടുകളെല്ലാം തന്നെ ഈ രീതിയിൽ അല്ലെങ്കിൽ SNDP വോട്ടുകൾ ഇങ്ങനെ പോയത് കൊണ്ടാണ് ഈ പ്രശ്നം എന്ന രീതിയിലത്തേക്ക് എന്തിനാണ് പറയുന്നത്? താങ്കൾ തന്നെ ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു സമുദായത്തിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയാണോ അല്ലെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനാണോ എന്നുള്ള ഒരു മറു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലോ? അപ്പോൾ അവരില്ല എങ്കിൽ, അല്ലെങ്കിൽ അവരവിടെ ഇരുന്ന സമയത്ത് തന്നെ അവരുടെ വിഭാഗത്തിലുള്ള ആൾക്കാരെല്ലാവരും തന്നെ ഞങ്ങൾക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ ഒരു സ്ഥിര നിക്ഷേപമാണ്, ഞങ്ങൾ എന്ത് ചെയ്താലും അവർ ഞങ്ങളോടൊപ്പം നിൽക്കും എന്ന രീതിയിലേക്ക് അവരെ അണ്ടർ റേറ്റ് ചെയ്യുന്നത് കൊണ്ടല്ലേ. നേരെ മറിച്ച് പല വിഭാഗത്തിലുള്ള ആൾക്കാർ പലർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ട്രഡീഷണലായിട്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ CPM-ന്റെ ഒരു വാദം തൊട്ടടുത്ത ഒരു സ്റ്റേറ്റ്മെന്റിൽ തകർന്നു പോകുന്നില്ലേ? ഇപ്പൊ ക്രൈസ്തവർ അവരിൽ ഒരു വിഭാഗം BJP-ക്ക് അനുകൂലമായിട്ട് പോയിട്ടുണ്ട് എന്ന് പറയുന്നു. തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് അതവർക്ക് ഗുണവും ഉണ്ടായിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ട്രഡീഷണലായിട്ട് ഇവരെവിടെയാണ് വോട്ട് ചെയ്യുക? അവർ കോൺഗ്രസിനെയാണ്. സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ടുകൾ ഭൂരിപക്ഷവും UDF-നാണ് കിട്ടാറുള്ളത്. പക്ഷേ ആ വോട്ടിൽ ചോർച്ചയുണ്ടായി, അവരും വർഗീയവൽക്കരിച്ചു എന്നാണ് പറയുന്നത് ഗോവിന്ദൻ മാഷ്. നിങ്ങൾക്ക് അനുകൂലമായിട്ട് ചെയ്തിരുന്ന വോട്ടുകളും പോയി. മഞ്ജുഷ്, ഒരൊറ്റ കാര്യം, ശരി, അങ്ങനെയാണ് എങ്കിൽ ഇപ്പോ SNDP വോട്ട് ഇപ്പോ BJP-യിലേക്ക് പോവുക എന്ന് പറയുന്നത് വർഗീയവൽക്കരണവും, ക്രൈസ്തവരുടെ ഒരു വിഭാഗം വോട്ട് BJP-യിലേക്ക് പോവുക എന്ന് പറയുന്നത് വർഗീയവൽക്കരണവുമാണ് എങ്കിൽ ട്രഡീഷണലായിട്ട് SNDP വോട്ടുകൾ അങ്ങനെയാണെങ്കിൽ CPM-ന് പോയിക്കൊണ്ടിരുന്നതും വർഗീയവൽക്കരണം തന്നെയല്ലേ? ഇപ്പൊ ആ വർഗീയവൽക്കരണം വേറൊരു രീതിയിലേക്ക് മാറി എന്നല്ലേ അർത്ഥമുള്ളൂ. അപ്പൊ ഇതാണ് ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളിലേക്ക്. CPM-ന് വോട്ട് ചെയ്താൽ അത് അങ്ങനെയല്ല. അതാണ് ഗോവിന്ദൻ മാഷിന്റെ ന്യായം എന്ന് പറയുന്നത് ശരിയാണ്. BJP-യിലേക്ക് പോവുകയാണ്. അത് ഞാൻ നേരത്തെ ഹസ്കറിനോട് ചോദിച്ചിരുന്നു. CPM-ന് വോട്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ മറ്റു പാർട്ടികളിലേക്ക് പോകുമ്പോൾ അത് വർഗീയവൽക്കരണമാകുന്നു എന്നാണ്. ശ്രീ അനിൽ ബോസ്, നിങ്ങളെ